ഈ സംശയവും തെറ്റിദ്ധാരണയും ഒരിക്കലും ദൈവത്തിന്റെ പ്രോഡക്റ്റുകളല്ല. അത് ദൈവത്തിന്റെ പ്രോഡക്റ്റ് അല്ല, അത് സാത്താന്റെ ആയുധമാണ്. എവിടെ തൊട്ട് തുടങ്ങിയതാണെന്നറിയാമോ ഈ ആയുധം അവൻ ഉപയോഗിക്കുവാൻ? നമുക്കറിയാം, ഇന്ന് അനവധി കുടുംബ ജീവിതങ്ങളെ, കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ സംശയവും തെറ്റിദ്ധാരണകളും ഒക്കെയാണ്. പല ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത്, പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പല കമ്പനികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ലോകത്തിൻ്റെ ഏത് തുറകൾ എടുത്തു നോക്കിയാലും ജാതി മതഭേദമന്യേ എല്ലാ മേഖലകളിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തകർന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഘടന ഒലഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ എല്ലാം പുറകിൽ പിശാച് ഉപയോഗിച്ചിരിക്കുന്ന അവൻ്റെ ആയുധമെന്ന് പറയുന്നത് ഡൗട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെയാണ്. പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ നിങ്ങളൊന്ന് വായിക്കണം. അവിടെ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കവിടെ ശ്രദ്ധിക്കാനുണ്ട്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കായാലും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പാമ്പ് സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പൊ ദൈവം പറഞ്ഞു, ആ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, നിങ്ങൾ ആ ഫലം തിന്നാൽ മരിക്കും, നിങ്ങളത് തുടരുത്, നിങ്ങളതിൽ ഭക്ഷിക്കരുത്. പക്ഷേ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കെ അതിൻ്റെ മേളിൽ സാത്താൻ വന്ന് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അവിടെ പെട്ടെന്ന് എന്തോ ഉണ്ടാകുന്നേ? സംശയം അല്ലേ, തെറ്റിദ്ധാരണ. നോർമലി സംഭവിക്കും, അതങ്ങനെയാണ്. വളരെ സ്നേഹമുള്ള കുടുംബം, ഭാര്യയും ഭർത്താവും വളരെ സന്തോഷമാണ്. ആവശ്യമില്ലാത്തൊരു കാര്യം ഒരാൾ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും, നിങ്ങളത് ഒരുപക്ഷെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പോലും, പെട്ടെന്ന് ആ ഒരു കേൾവി, ആ ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്തും, നിങ്ങളെ കൊണ്ട് ചിലതൊക്കെ ചിന്തിപ്പിക്കും. അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവിടെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ, ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അവിടം തൊട്ട് പിശാച് ചില പരിപാടികൾ തുടങ്ങും. അവനായി ചില വാതിലുകൾ അവിടെ തുറക്കപ്പെടും. അവൻ കയറി വരുവാനുള്ള ഒരു അനുവാദമായി അത് തീരും. ഇവിടെ ഹൗവയുടെ അകത്തിങ്ങനൊരു ചിന്ത കൊടുക്കുകയാണ്. എന്നിട്ട് 4-ാമത്തെ വാക്യം എന്ന് പറയുന്നത് സംശയമാണ്, സംശയിപ്പിക്കുകയാണ്. നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം, ദൈവം അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ മരിക്കുകയൊന്നുമില്ല. അപ്പോൾ അവിടെ സംശയമുള്ള ഭാഗമാണ്. 5-ാമത്തെ വാക്യത്തിലാണ് തെറ്റിദ്ധാരണയുടെ ആത്മാവ് വ്യാപരിക്കുന്നത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുകയും ചെയ്യുന്നു. നിങ്ങളോടത് തിന്നരുതെന്ന് പറഞ്ഞതേ, അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവം ഭയങ്കര സൗന്ദര്യമുള്ളവനല്ലേ, തേജസ്സുള്ളവനല്ലേ, ഇത്ര ബ്യൂട്ടിഫുൾ അവനെ കാണാൻ. നിങ്ങൾ അവനെ പോലെ ആകാതിരിക്കാൻ, നിങ്ങൾ അവനെ പോലെ വരാതിരിക്കാൻ, അവൻ്റെ അസൂയ കൊണ്ട് അവൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് തിന്നരുതെന്ന്. അപ്പോൾ ഹൗവയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഹൗവ ആരെ തെറ്റിദ്ധരിക്കുന്നു? സാക്ഷാൽ ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നു. ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകും എന്നുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് അങ്ങനെ നിങ്ങളാകുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് വ്യക്തമായി വെളിപ്പെട്ടു വരുന്നത്. ഒന്ന്, 4-ാമത്തെ വാക്യത്തിൽ സാത്താൻ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പൊ തെറ്റിദ്ധാരണ, സംശയം എന്ന് പറയുന്നത് ആരുടെ പ്രോഡക്റ്റ് ആണെന്ന് ഇന്നത്തെ ഈ മെസ്സേജിൽ തിരിച്ചറിയുക. പല ഭവനങ്ങൾക്കകത്തു നിൽക്കുന്ന തെറ്റിദ്ധാരണകൾ, പരസ്പരമായ സംശയങ്ങൾ, വ്യക്തിബന്ധങ്ങളെ തകർക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളെ വിട്ട്, നിങ്ങളുടെ ജീവിതങ്ങളെ വിട്ട്, നിങ്ങളുടെ കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിപ്പീൻ എന്ന് പറയുന്നു. എഫേസ്യർ 4:3 ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ അപ്പോസ്തലൻ പറയുന്നു. കുടുംബത്തിൻ്റെ
അകത്ത ഐക്യതകളെ നഷ്ടപ്പെടുത്തുന്ന, ബന്ധങ്ങളിൽ അസമാധാനം വിതയ്ക്കുന്ന, സ്നേഹബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്ന, പരസ്പര ബന്ധങ്ങളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും വിതച്ച് അകലം പാലിപ്പിച്ച് അവരുടെ ജീവിതങ്ങളെ തകർത്തു കളയുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് ശാസിച്ച് അതിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ജയം പ്രാപിക്കുക ദൈവജനമേ. ഈ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെയുണ്ട്. അവിടെ വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു, ആ കുടുംബം കേട്ടു. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ടൈമിൽ സ്വർഗത്തിലെ ദൈവം അവരുടെ ഭവനം സന്ദർശിക്കുമായിരുന്നു. നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങളുടെ ഭവനം സന്ദർശിക്കാറുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷകർ നിങ്ങളുടെ ഭവനം സന്ദർശിക്കാറുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ നിങ്ങളുടെ ഭവനം സന്ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവദാസന്മാർ നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയാകുന്ന ദൈവം എല്ലാ ദിവസവും ഏദൻ എന്ന ഈ വീട് വിസിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ദൈവം വരുന്ന വീട്ടിൽ, നിങ്ങൾ ഓർക്കണം, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ദൈവം വരുന്ന വീട്ടിൽ പാമ്പ് കയറി, സാത്താൻ കയറി. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഏദൻ തോട്ടത്തിൽ യഹോവയാകുന്ന ദൈവം നടക്കുന്ന ഒച്ച അവർ കേട്ടു. എന്നിട്ട് ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും ദൈവം അവരെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ അവർ ഒളിച്ചു. 9-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇന്നും ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, അതെ, ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഇന്നും അന്വേഷിക്കുന്നു, ഇന്നും തിരയുന്നു. പൈശാചിക സ്വാധീനങ്ങളിൽ, പൈശാചികമായ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയി ദൈവത്തിൻ്റെ മുൻപിൽ വരുവാൻ കഴിയാതെ എവിടെയോ ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ ഇന്നും സ്രഷ്ടാവായ ദൈവം വിളിക്കുകയാണ്. അവനെ വിളിച്ചു, അവൻ എവിടെയെന്ന് ചോദിച്ചു. 10-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവർ പറഞ്ഞു. 2 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കണ്ടു. ഒന്ന്, അവർ മറച്ചു, അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി അവർ മറച്ചു. 2, വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവർ ഒളിച്ചു. ഒളിക്കുക, മറയ്ക്കുക, ഇതൊന്നും ദൈവം നമ്മളെ സ്പർശിച്ചതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകളല്ല. ഒളിച്ചും മറച്ചുമൊക്കെ പ്രവർത്തിക്കുന്നത്, ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ നിൽക്കുന്നത്, ഒളിച്ചുകളികൾ നടത്തുന്നത്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, പാസ്റ്ററോട്, വിശ്വാസികളോട്, സഹപ്രവർത്തകരോട്, കമ്പനിയിലെ ബോസിനോടൊക്കെ ഒളിച്ചും മറഞ്ഞുമൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നവരുണ്ടല്ലോ. ഈ ഒളിച്ചുകളികൾ, മറയ്ക്കുക, ചിലത് മറച്ചു വയ്ക്കുക, ചിലത് ഒളിച്ചു വയ്ക്കുക, ഇതെല്ലാം പിശാച് നിന്നെ തൊട്ടതിൻ്റെ, നിന്നോട് ഇടപെട്ടതിൻ്റെ, നിന്റെ അരികിൽ വന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകളാണ്. ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കുവാനില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും ഒളിക്കുവാനില്ല. അവന്റെ കണ്ണ് സകലത്തെയും കാണുന്നു. അവന്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനോടത്രേ എനിക്കും നിങ്ങൾക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് സകലത്തെയും കാണുന്ന, അറിയുന്ന, കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്.